അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഓവനും ബീറ്ററൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് കടായിലാണ് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സിയിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള എഗ്ഗിൻ്റെ ബാറ്ററാണിത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോൾ കേക്കിലേക്ക് ഫ്ലോർ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഫ്ലോർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരിളം ചൂടുള്ള പാല് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിതൊരു കടായിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറി ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആ ചെറിയും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പഴയ പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കടായി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 മണി ചായയുടെ ഒക്കെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കേക്ക് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.